എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ് ടാരോയിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Seven of Cups, Six of Pentacles, Magician, Lovers energy, Ace of Pentacles, Knight of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ Seven of Cups and Ace of Pentacles എനർജി കണക്ഷൻസ് ആണ്, ബ്യൂട്ടിഫുൾ എനർജി കണക്ഷൻസ് ആണ്. അതായത് ഈ ഒരു മാസം നിങ്ങൾ മറ്റുള്ളവർ കാണാത്ത പല അവസരങ്ങളും നിങ്ങൾ കാണുകയും അവസരങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ഭദ്രത ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചിങ്ങം രാശിയിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ 15 നായിക വരെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെയധികം നല്ല സമയമാണ് സാമ്പത്തികമായിട്ട്, ഫിനാൻസ്, കരിയർ ഭാഗത്ത്. അപ്പോൾ അവസരങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ കാണാത്ത അവസരങ്ങൾ നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മേലധികാരികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് പറയുന്നുണ്ടാവാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ പറയുന്നു, അല്ലെങ്കിൽ എങ്ങനെയോ നിങ്ങളത് കേൾക്കുന്നുണ്ടാവാം, അറിയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത. മറ്റുള്ളവരിലേക്ക് എത്താതെ നിങ്ങളിലേക്ക് മാത്രം ചില അറിയിപ്പുകൾ എത്തുന്നുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും മുകളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ ഈ ഏറ്റെടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും സാമ്പത്തിക നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഈവൺ നിങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് ചിന്തിച്ച കാര്യങ്ങളായിരിക്കില്ല, മറിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വ്യക്തിയെ നിങ്ങൾ സഹായിക്കുന്നു, അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തും സ്ഥലമോ വീടോ എന്തോ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളൊരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ സാമ്പത്തിക സന്തോഷത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ധനലാഭം ഉണ്ടാവാം. അതുകൂടാതെ ഇപ്പോൾ ഇത് എന്താണ്, ഈ ഒരു മേഖല എന്താണ്, റിയൽ എസ്റ്റേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇങ്ങനെയുള്ള വീട് വിൽപ്പന, സ്ഥലം വിൽപ്പന അതുപോലെയുള്ള വിൽപ്പനകൾ നടത്തി കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് വീണ്ടും എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കി അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്, അതൊരു ബിസിനസ് സാധ്യത നിങ്ങൾ ചിലപ്പോൾ കണ്ടെത്തുന്നുണ്ടാവാം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പൊതുവേ നിങ്ങൾ അധികം ഒരു കാര്യം മനസ്സിലാക്കി അതിൻ്റെ പുറകെ പോയി ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുക, അതായത് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ വെൽത്ത്, ഹെൽത്ത്, മെറ്റീരിയൽ അബണ്ടൻസ് ഇതെല്ലാം കാണുന്ന സമയമാണ്. സാമ്പത്തികം മാത്രമല്ലാതെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും നല്ലൊരു സാധ്യത നൽകുന്നൊരു സമയമാണ്. ഇപ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വരുമാന മാർഗമായിട്ട് ചില ആളുകൾ ഏറ്റെടുത്തേക്കും. അപ്പോൾ വീട്ടിൽ ചെറുതായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ കൃഷിയെക്കുറിച്ചിട്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ തുടങ്ങിയതായിരിക്കും. അപ്പോൾ അത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത് ചെയ്യുന്നു, നല്ല വിളവെടുപ്പ് കിട്ടുന്നു, പിന്നീട് അത് വലിയൊരു ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കൃഷി ഒരു ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ സൈഡായിട്ടാണെങ്കിലും തരക്കേടില്ലാത്തൊരു ഉപജീവനം മാർഗം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. മാത്രമല്ല അത് നിങ്ങൾക്ക് തൃപ്തി തരും, നിങ്ങളുടെ ഒരു പാഷൻ കൂടിയാണ്, ഇഷ്ടമുള്ള കാര്യമാണ്, അത് ചെയ്ത് മുന്നോട്ടേക്ക് പോകും. അതൊരു സോൾ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പൊതുവേ നിങ്ങൾ എന്താ പറയുക, വളരെയധികം ഗ്രീഡി അല്ലെങ്കിൽ അത്യാഗ്രഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ പണത്തിന് പുറകെ പായുന്നൊരു സിറ്റുവേഷനല്ല, മറിച്ച് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യം ചെയ്യുന്നു, അതിലൂടെ വരുമാനം ഉണ്ടാകുമ്പോൾ സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നു എന്നുള്ളത്, അതായത് നിങ്ങളുടെ പാഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. പിന്നെ പൊതുവേ പുതിയ പുതിയ ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പുതിയ പല ഐഡിയാസും വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് കൂടാതെ അതിലേക്ക് സൈഡായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന ആ ബിസിനസ്സിൽ വേറെ എന്തെങ്കിലും ഉൾപ്പെടുത്തുക,
ആ ഉൾപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ അതും വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്, അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം ലഭിക്കുക. അപ്പോൾ അഡീഷണലായിട്ട് പുതിയ പുതിയ പല ഐഡിയാസ് കാര്യങ്ങളൊക്കെ വരുന്നു. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാകാം ബിസിനസ്സിലുള്ളവരാണ് എങ്കിൽ. അപ്പോൾ അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ലവേഴ്സ് എനർജിയാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയം കാണിക്കുന്നുണ്ട്. പ്രണയം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇതൊരു ബിസിനസ് മാരേജ് ആവും. കാരണം ഫാമിലീസ് തമ്മിൽ തീരുമാനിക്കുന്ന ഒരേ ബിസിനസ് ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു ബിസിനസ് കണക്ഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാരേജ് സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു എനർജിയോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരേ ലെവലിൽ ഒരേ സ്റ്റാറ്റസ് അതൊക്കെ തീരുമാനിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടാകുന്നുണ്ടാവില്ല. എന്നിരുന്നാലും അല്ലെങ്കിൽ ഒരു അറേഞ്ച് മാരേജ് സിറ്റുവേഷൻ പൊതുവെ പറയുകയാണെങ്കിൽ ഒരു അറേഞ്ച് മാരേജാണ് വലിയ താല്പര്യമില്ല എങ്കിലും ആ ഒരു വ്യക്തി കണ്ടെത്തുമ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ രണ്ടുപേരും ഓൾമോസ്റ്റ് സിമിലർ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ചിന്തകൾ ഒരേപോലെ സിമിലർ ആയിട്ടുള്ള അങ്ങനെയുള്ള രീതിയിൽ ഉള്ള ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാമെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരുമിച്ച് ഒരു ജീവിതം അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്, അത് സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ സന്തോഷമുള്ളതാണ്. അതേപോലെ തന്നെ ഈ എനർജി ലവേഴ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി പ്രണയം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട വ്യക്തി വിവാഹം കഴിക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രണയ സാധ്യതകൾ ഏറി നിൽക്കുന്ന സമയമായതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യം വിട്ടുകളയാതെ പ്രണയത്തിൻ്റെ പുറകെ പോവാതിരിക്കുക. പ്രണയം പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള കാര്യം, ചില ആളുകളെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാഷൻ അല്ലെങ്കിൽ സാമ്പത്തികം അല്ലെങ്കിൽ കാണാനുള്ള ബാഹ്യമായിട്ട് കാണാനുള്ള എന്തെങ്കിലും കാര്യം വെച്ചിട്ട് പ്രണയത്തിലേക്ക് പോകാതിരിക്കുക. കാരണം ഇവിടെ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടുന്നൊരു സമയമാണ്. അപ്പോൾ പൊതുവേ ആ ഒരു ഇൻഫാക്ച്വേഷൻ കണ്ടിട്ടത് പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കാതിരിക്കുക എന്നുള്ളത് കൂടിയിട്ട് പറയാനുണ്ട്. ഇവിടെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം അതാണ്. അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ബാങ്ക് വായ്പകൾ മറ്റൊക്കെ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വായ്പയൊക്കെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ നിങ്ങളിലേക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർ പണം നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പണം തിരിച്ചു ലഭിക്കുന്നതിൻ്റെ ഒരു തൃപ്തി, കൊടുത്തത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് വരെ തിരിച്ചു കിട്ടാത്ത ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് കൊടുത്തത് ആദ്യമായിട്ട് തിരിച്ചു കിട്ടുന്നതിൻ്റെ ഒരു തൃപ്തിയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഒരു സമയം. കാരണം ഇതുവരെ വൺ വേ ഫ്ലോ ആയിരുന്നു നിങ്ങളുടെ ആ ഒരു അബണ്ടൻസും എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് ഒഴുകി പോകുന്നൊരു എനർജിയാണ്. ഇപ്പോൾ ഇതൊരു 2 വേ എനർജി ആവാൻ, കൊടുക്കുന്നു, വരവുകളും ചെലവുകളും എന്നുള്ള രീതിയിലും പിന്നെ കൊടുത്തത് തിരിച്ച് ലഭിക്കുന്നതിൻ്റെ അക്സെപ്റ്റിംഗ് ആൻഡ് ഓഫറിംഗ് ആണ് കാണിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തിക ഇടപാടുകൾ ഒത്തിരി നടക്കുന്ന സമയമാണ്. സാമ്പത്തിക ഇടപാടെന്ന് പറയുമ്പോൾ നിങ്ങൾ പൈസ ചിലവാക്കുന്നുണ്ട്, ധനം വരുന്നുണ്ട്. അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയമായിരിക്കും. അപ്പോൾ ഷെയർ ട്രേഡിങ്, അതേപോലെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഈവൻ FD അല്ലെങ്കിൽ എന്തെങ്കിലും ബാങ്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സംസാരങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരങ്ങൾ. പിന്നെ ചിലവുകളാണെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക. ഇപ്പോൾ വീട്ടിലേക്ക് വേണ്ട ഫേർണിച്ചേഴ്സോ വീട്ടിലേക്ക് വേണ്ടുന്ന തരക്കേടില്ലാത്ത ലെവലിൽ വിലയുള്ള വസ്തുക്കൾ, അതായത് ഡ്രസ്സോ അതേപോലെയുള്ള അത്യാവശ്യം വില കൂടുന്ന ഫേർണിച്ചർ അതുപോലുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിലവുകൾ. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഹെവി റിസ്ക് ഉള്ളത് ഒരു മീഡിയം റിസ്ക് വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പോൾ എന്തായാലും നല്ലത്. പിന്നെ മജീഷ്യൻ ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ ടൈമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു തൃപ്തിയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ ഒരു നാച്ചുറൽ ബോൺ ലീഡറാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയമാണ്. സ്വയം പല കാര്യങ്ങളും ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കുക. ഒരു പരിധി വരെയുള്ള ഇത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം
നിങ്ങൾ വെറുതെ കളയുക, അല്ലെങ്കിൽ ജീവിതം തീർന്നു, അല്ലെങ്കിൽ ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല വീട്ടിൽ, അല്ലെങ്കിൽ അത് ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് കടക്കാം, സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാവാം, ഒക്കെ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുണ്ടായിരുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.